സ്വന്തമായ ഒരു രാജ്യമില്ലാത്ത 18 വർഷങ്ങൾ മെഹ്റാൻ കരീമി നാസിരി 1988 പാരീസിൽ വന്നിറങ്ങി. UK യിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. ബെൽജിയത്തിൽ നിന്നുള്ള എല്ലാ റെഫ്യൂജി പേപ്പറുകളും കയ്യിലുണ്ടായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശിച്ച് പരിചയമുള്ള ഇദ്ദേഹം UK യിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും തന്നെ നഷ്ടപ്പെട്ടു. വേണ്ടത്ര രേഖകളില്ലാത്തതുകൊണ്ട് UK യിൽ നിന്ന് നേരെ ഫ്രാൻസിലേക്ക് കയറ്റിവിട്ടു. ഫ്രാൻസിലാവട്ടെ വേണ്ട രേഖകളില്ലാത്തതുകൊണ്ട് എയർപോർട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത നീണ്ട 18 വർഷമാണ് അദ്ദേഹം എയർപോർട്ടിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നത്. നോ ID, നോ പാസ്പോർട്ട്, നോ വിസ, നോ ഹോം കൺട്രി. എയർപോർട്ടിലെ ബെഞ്ചുകളിൽ കിടന്നുറങ്ങി അവിടുത്തെ വാഷ്റൂമുകൾ ഉപയോഗിച്ചു. അവിടുത്തെ ജീവനക്കാർ സർ ആൽഫ്രഡ് എന്ന പേരും നൽകി. UK യിലെയും ഫ്രാൻസിലെയും PR കിട്ടാനും ബെൽജിയത്തിൽ നിന്നുള്ള റെഫ്യൂജി പേപ്പേഴ്സ് വരാനും എല്ലാം ഈ എയർപോർട്ടിൽ നിന്ന് ഇദ്ദേഹം ട്രൈ ചെയ്തു. പക്ഷെ എല്ലാം നിഷ്ഫലമായി. നീണ്ട 18 വർഷക്കാലം അദ്ദേഹത്തിന്റെ വീട് ചാൾസ് ഡി ഗുലെ എന്ന പാരീസിലെ എയർപോർട്ട് ടെർമിനൽ 1 ആയിരുന്നു. 2004 ടോം ഹാങ്ക് എന്ന സംവിധായകൻ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ടെർമിനൽ എന്ന സിനിമ പുറത്തിറങ്ങി. ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും എയർപോർട്ടിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും.